നടൻ ഭരത് വിടവാങ്ങി. മരണം ഹൃദയാഘാതം മൂലം ആശുപത്രിയിൽ. 40 വർഷം അഭിനയിച്ചു. എല്ലാം ഹിറ്റ് സിനിമകൾ. അനുശോചനവുമായി മുൻനിര താരങ്ങൾ. അബ്രപാളിയിൽ നിന്ന് ഒരു വിടവാങ്ങൽ വാർത്ത കൂടി. പ്രശസ്ത നടൻ ഭരത് കപൂർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. മുംബൈയിലെ സിയോൺ ആശുപത്രിയിൽ വെച്ച് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. 4 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന തന്റെ അഭിനയ ജീവിതത്തിലൂടെ ഹിന്ദി സിനിമ സീരിയൽ രംഗത്ത് തന്റേടിയായി നിലയുറപ്പിക്കാൻ അദ്ദേഹത്തിന് എന്നും സാധിച്ചിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി ഭരത് കപൂർ അസുഖബാധിതനായിരുന്നു. അന്ത്യകർമ്മങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്ന ആശുപത്രിക്ക് സമീപത്തുള്ള ശ്മശാനത്തിൽ നടത്തി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഏപ്രിൽ 30 വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ഇടയിൽ നോർത്ത് ബോംബെ അസോസിയേഷനിൽ പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദി വിനോദ വ്യവസായത്തിൽ സുപരിചിതമായ മുഖമായിരുന്നു ഭരത് കപൂറിന്റേത്. 4 പതിറ്റാണ്ടോളം നീണ്ട തന്റെ കരിയറിൽ ഭരത് കപൂർ നിരവധി ശ്രദ്ധേയമായ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. 1979 നൂരി, 1980 റാം ബലറാം, 1981 ലവ് സ്റ്റോറി, 1982 ബസാർ, 1992 ഗുദാഖവ, 2004 മീനാക്ഷി എ ടെയിൽ ഓഫ് 3 സിറ്റീസ് എന്നിവ അദ്ദേഹം അഭിനയിച്ച പ്രധാന സിനിമകളിൽ ചിലത് മാത്രമാണ്. സിനിമകൾക്ക് പുറമെ ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. അമാനത്ത്, സാൻസ്, ധാര, ചുനൌദി തുടങ്ങിയ ജനപ്രിയ പരമ്പരകളിലൂടെ അദ്ദേഹം മിനിസ്ക്രീനിൽ പ്രേക്ഷകർക്ക് സുപരിചിത മുഖമായി. ഭരത് കപൂറിന്റെ നിര്യാണത്തിൽ പ്രമുഖ സിനിമാ പ്രവർത്തകൻ അശോക് പണ്ഡിറ്റ് അനുശോചനം രേഖപ്പെടുത്തി. സംവിധായകൻ രാഹുൽ കപൂർ മകനാണ്. കൂടാതെ സാഗർ കപൂർ, പരേതയായ കവിത അറോറ എന്നിവരാണ് മറ്റു മക്കൾ. ഭാര്യ രൂപ കപൂർ. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.